ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ദഅവത്തിൽ വിശദീകരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഏത് കാര്യങ്ങളും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും. ആത്മാർത്ഥതയോടുകൂടിയാകും. ചെറിയ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും വലിയ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇഖ്ലാസ് അനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുക. അതിന്റെ സ്വീകാര്യത അതിലധിഷ്ഠിതമായിരിക്കും. ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ തഖ്വ വേണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വേണം. അള്ളാഹുവാണ് എന്റെ കർമ്മങ്ങൾ നിരീക്ഷിക്കുന്നത്, അള്ളാഹുവാണ് ഈ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ പക്കലാണ് ഇതിന്റെ പ്രതിഫലം എനിക്ക് നേടാനുള്ളത്. ഇതാണ് തഖ്വ. ആദ്യം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടക്കൾ ശ്രദ്ധ കൂടി. ഒരാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും. വത്ലു അലൈഹിം നബഅ അബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ ആഖർ ഖാല ല അഖ്തുലന്നക. സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഖാല, മറ്റേയാൾ മറുപടി പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിന്റെ ഖുർബാൻ സ്വീകരിക്കാത്തതിന് ഞാൻ എന്ത് പിഴച്ചു? തഖ്വയുള്ളവരിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ഇന്നമായ തഖബ്ബലുല്ലാഹു, അള്ളാഹു സ്വീകരിക്കുകയില്ല മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക. നീ എന്നെ കൊല്ലാൻ ഉദ്യുക്തനാവുകയാണ് എങ്കിൽ തന്നെയും മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക, നിന്നെ കൊല്ലാൻ ഞാൻ ദൃഷ്ടനാവുകയില്ല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. ഈ സംഭവത്തിൽ നിന്ന് വളരെ വലിയ പാഠങ്ങൾ നാം മനസ്സിലാക്കിയത്. ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നിസ്സാരമാണെങ്കിലും വലിയ പ്രതിഫലം ഉണ്ടായിരിക്കും. എന്നെപ്പോലെയുള്ള ഒരു ജീവിയാണ് ഈ നായകമെന്നത്. ദാഹിച്ചു വലഞ്ഞ് പരവശനായ നായക്ക് വെള്ളം കുടിപ്പിച്ചു കൊടുത്ത ദുർനടപ്പുകാരിയായ സ്ത്രീ പാപമോചനത്തിന് അർഹയായി, അല്ലെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അർഹയായി. റിവായത്തിൽ ഖിലാഫുണ്ട്. ഏതാണെങ്കിലും ഇത് ഉദ്ദേശ്യശുദ്ധിയുടെ മൂല്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നേരെ മറിച്ച് ഏറ്റവും വലിയ ത്യാഗം ചെയ്തു. അയാളെപ്പറ്റി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അവ്വലൻ നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ റജുലുൻ ഇസ്തുശ്ഹിദ. ഖിയാമ നാൾ ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വിധേയമാവുക 3 കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഒന്നാമത്തേത് ഒരു രക്തസാക്ഷിയാണ്. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമതഹു ഫഅറഫഹ قال فماذا عملت فيها قال قاتلت فيك حتى استشهدت قال كذبت ولكنك قاتلت ليقال إنك جريء وقد قيل ثم شهب به على وجهه حتى ألقي في النار. ലോകമാന്യതയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട യുദ്ധക്കളത്തിൽ ഇറങ്ങി അടരാടി വീരമൃത്യു വരിച്ച ഷഹീദ്. ആളുകളുടെ നിഘണ്ടുവിൽ അങ്ങനെയാണ് അയാൾ. പക്ഷേ അള്ളാഹു പറഞ്ഞു, നീ നുണയാണ് ഈ പറയുന്നത്. വലാകിന്നക ഖാതൽത ലിയുഖാ ഇന്നക ജരീഉൻ. നീ വലിയ ധീരനാണ്, വീരനാണ്, ശൂരനാണ്, യുദ്ധപരാക്രമിയാണ് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്തത്. വഖദ് ഖീൽ, അങ്ങനെ പത്രങ്ങളിൽ വന്നു, ടിവിയിൽ ഉണ്ടായിരുന്നു, ബ്രേക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. നീ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്. അടുത്ത പ്രഭാതത്തിൽ ഇറങ്ങിയ എല്ലാ സുപ്രഭാത പത്രങ്ങളിലും മറ്റു പത്രങ്ങളിലും ഒക്കെ സായാഹ്ന പത്രങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ثم شهب به على وجهه حتى ألقي في النار. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില പിടിച്ചത് അവന്റെ സ്വന്തം ശരീരമാണ്. അത് ആഹൂതി ചെയ്ത, ബലി കൊടുത്ത ആളുടെ അവസ്ഥയാണിത്. ഇഖ്ലാസ് ഉണ്ടായില്ല, ഒരു നിലവാരവും ഉണ്ടായില്ല. രണ്ടാമത്തെ ആൾ ഒരു ആലിമാണ്. അയാൾ ലോകമാന്യതയ്ക്ക് വേണ്ടി ഇൽമീ സേവനങ്ങൾ ചെയ്തു. അയാളുടെയും അവസ്ഥ ഇതാണ്. മൂന്നാമത്തേത് ഒരു സമ്പന്നനാണ്. വറജുലുൻ ആതാഹു അല്ലാഹു മിൻ ജമീഇ അസ്നാഫിൽ മാൽ. എല്ലാതരം സമ്പാദ്യങ്ങളും സമ്പത്തുകളും അല്ലാഹു അവന് നൽകിയിരിക്കുന്നു. എന്നിട്ട് അവനെ ഹാജരാക്കുന്നു. ഫഉതിയ ബിഹി ثم عرفه نعمه فعرفها قال فماذا عملت فيها قال ما تركت من سبيل تحب أن ينفق فيها إلا أنفقت فيها قال كذبت ولكنك عملت ليقال إنك جواد وقد قيل ثم سحب به على وجهه حتى ألقي في النار. رواه مسلم. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾക്ക് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നാം എളിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം.
നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ഞാനല്ലാത്ത വേറെ ആരെയെങ്കിലും ചെറിയ ഒരു തോതിലെങ്കിലും അവർ എനിക്ക് പങ്കാളികളാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലം അയാളുടെ അടുത്ത് പോയി പ്രതീക്ഷിച്ച് ചോദിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത് ഞാൻ നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരേണ്ടതില്ല, ഞാനതൊന്ന് ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇഖ്ലാസിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ ബഹിർസ്ഫുരണങ്ങൾ വളരെ വ്യാപകവും ബൃഹത്തുമായിരിക്കും എന്നത് ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ഉദാഹരണങ്ങൾ പറയാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ്. മുഅല്ലിമീങ്ങളായ നമുക്ക്, ഇൽമിന്റെ അഹ്ലുകാരായ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ സവിശേഷത ഒന്ന്, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നതാണ്. എന്നാൽ നമുക്കെന്താ പ്രത്യേക ബാധ്യത എന്ന് വെച്ചാൽ ഞാൻ മറുപടി നേരത്തെ പറഞ്ഞു. അള്ളാഹുവിന്റെ നൂറായ ഇൽമ് നമുക്ക് ലഭിച്ചതുകൊണ്ട് അത് പ്രസരണം നടത്തേണ്ടത് നമ്മുടെ ചുമതലയായി. അത് ഏറ്റവും മഹത്തായ അനുഗ്രഹീതമായ പദവി, സ്ഥാനമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഒരാളുടെ സൗഭാഗ്യവും നിർഭാഗ്യവും, ഒരാളുടെ അനുഗ്രഹവും അയാളുടെ ദയനീയാവസ്ഥയും ഇതൊക്കെ നിർവചിക്കൽ, നിർണയിക്കൽ അല്ലാഹുവും റസൂലും. ആളുകളുടെ നിർവചനങ്ങളും ആളുകളുടെ നിർണയവും ശരിയല്ല. ആളുകൾ അത് ഉഷാറാണ്, അല്ലെങ്കിൽ അയാൾ ഉഷാറാണ്, അയാളെ വീട് വളരെ ഉഷാറാണ്, അയാളെ മക്കൾ വളരെ ഉഷാറാണ്. ഉദാഹരണം, യഥാർത്ഥത്തിൽ ഉഷാറാകണമെന്നില്ല. ഉഷാറാവൽ അള്ളാഹുവും റസൂലും ഏതാണോ ഉഷാറായതെന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഉഷാർ, അതാണ് പുണ്യം, അതാണ് മഹത്വം, അതാണ് സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക. അത് ഇൽമിന്റെ അഹ്ലുകാരെ പറ്റിയ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞു. പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശംബീൽ നബിയെ നബിയാക്കിയപ്പോൾ അവർ പറഞ്ഞു, രാജാവാക്കിയപ്പോൾ അവർ പറഞ്ഞു, വഖാലു ലനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. അങ്ങനെ താലൂത്തിന്, ദാവൂദ് നബി അലൈഹിസ്സലാമും താലൂത്തും ഒക്കെ യുദ്ധം ചെയ്ത ചരിത്രമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്നമ അദ്ദേഹത്തിന് ഇൽമ് അല്ലാഹു നൽകിയിരിക്കുന്നു. അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. അയാൾ വലിയ സമ്പന്നനല്ല, ഭക്തനല്ല, പ്രസിദ്ധനല്ല, ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ട വ്യക്തിയല്ല എന്നൊക്കെ മറ്റവർ പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഇൽമ് നൽകിയിരിക്കുന്നു എന്നാണ് ശംബീൽ നബി അലൈഹിസ്സലാം മറുപടി. ഇതാണ് ഇൽമിന്റെ ശരീഅത്തിൽ, അള്ളാഹുവിന്റെ മില്ലത്തിൽ, അള്ളാഹുവിന്റെ മതങ്ങളിൽ, അള്ളാഹുവിന്റെ കിതാബുകളിൽ, അള്ളാഹുവിന്റെ ഉമ്മത്തിൽ ഇൽമിന്റെ പദവി ഇതാണ്. ആ ഇൽമ് കൊണ്ട് അനുഗ്രഹീതരായ മഹാസൗഭാഗ്യവാന്മാരാണ് മുഅല്ലിമീങ്ങൾ, അല്ലെങ്കിൽ ഇൽമിന്റെ അഹ്ലുകാർ എന്ന് പറയുന്ന ആളുകൾ. മുഅല്ലിമീങ്ങൾക്കുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒരു മഹല്ലത്തിൽ നമ്മൾ സേവനം ചെയ്യുമ്പോൾ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മക്കൾ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നു. 5, 10, 15, 25 ഒക്കെ കൊല്ലം ചില ഉസ്താദുമാർ ഒരേ മഹല്ലത്തിൽ സേവനം ചെയ്യും. 50 കൊല്ലം സേവനം ചെയ്തവരെയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. 35, 40, 45, 50 കൊല്ലം ഒരു മഹല്ലത്തിൽ സേവനം ചെയ്ത് അവിടെയുള്ള വല്യപ്പമാരും അവിടെയുള്ള ഉപ്പമാരും അവിടെയുള്ള മക്കളുമൊക്കെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരിക്കും. വളരെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ആ മഹല്ലത്തിൽ. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടും, അതിന് സ്വാധീനം കൂടുമെന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയെ ഇസ്ലാമിൽ അടിയുറപ്പിച്ചു നിർത്താൻ, അവരെ അങ്ങനെ വളർത്തുന്നതിന് മാതാപിതാക്കളെയും രക്ഷാകർത്താക്കളെയും പ്രേരിപ്പിക്കാൻ, അവർ അങ്ങനെ ആയിത്തീരുന്നതിനാവശ്യമായ ബഹുമുഖമായ സംവിധാനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഒക്കെ നമുക്കുത്തരവാദിത്വമുണ്ട്. അള്ളാഹു നിക്ഷേപിച്ച ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം. നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളുടെ ദുന്യവിയും മുഖറബിയുമായ അഭ്യുന്നതിക്ക് വേണ്ടിയാകണം. മുസ്ലിം ഉമ്മത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇസ്ലാമിന്റെ പന്ഥാവിലൂടെ സഞ്ചരിച്ച് സൗഭാഗ്യവാന്മാരായ ഒരു ജനവിഭാഗമായി ജീവിക്കുന്നത് സന്തോഷത്തോടുകൂടി കണ്ട് ആനന്ദം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം.
വലിയൊരു ദൗത്യമാണ്. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ശൈത്വാനിയത്താണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും വലാലത്തിന്റെ മാർഗങ്ങളാണ്. മദ്രസയിൽ 5ഉം 7ഉം 10ഉം ഒക്കെ ക്ലാസ്സിൽ പഠിച്ചു പോയ കുട്ടികൾ തന്നെ മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ പൈശാചിക വൃത്തങ്ങളിൽ അകപ്പെട്ട് മദ്രസയിൽ നിന്ന് പഠിച്ച സംസ്കാരവും അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അധ്യയനങ്ങളും ഒക്കെ അവർ വിസ്മരിച്ചു പോകുന്നു. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. മുസ്ലിമീങ്ങളുടെ മക്കളെ 5 കൊല്ലവും 7 കൊല്ലവും 10 കൊല്ലവും ഒക്കെ പരിമിതമായ സമയമാണെങ്കിലും നമ്മുടെ മുൻപിൽ ലഭിച്ചിട്ട് അവരെ ദീനുമായി, ഇസ്ലാമുമായി, അള്ളാഹും റസൂലുമായി പ്രതിബദ്ധതയുള്ള ഒരു തലമുറയാക്കി മാറ്റാൻ കഴിയാതെ പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർഭാഗ്യമാണ്. അങ്ങനെ കഴിയാൻ നല്ല ക്രാന്തദർശിത്വം വേണം. സമൂഹത്തിന്റെ അതത് കാലങ്ങളിലുള്ള, പ്രത്യേകിച്ച് യുവവിഭാഗത്തിന്റെ, വിശിഷ്യ ടീനേജ് സന്റിന്റെയൊക്കെ പോലെയുള്ള ആളുകളെ, യുവാക്കളെ പ്രത്യേകം നിരീക്ഷിക്കാനും അവരുടെ ചിന്താസരണികൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. തദനുസൃതമായ ചികിത്സകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴേ അവരതിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് സുരക്ഷിതരാവുകയും. അതിന് എന്തൊക്കെ ചെയ്യണം? ഒരുപാട് മാർഗങ്ങൾ ചെയ്യാൻ സാധിക്കും. മദ്രസയിൽ നിന്ന് പിരിഞ്ഞു പോയ കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ടാക്കുക, അതിന്റെ കീഴിൽ മതപഠന ക്ലാസുകൾ നടത്തുക, അതിന്റെ കീഴിൽ പൊതു ആക്ടിവിറ്റീസ് പലതും, ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉസ്താദ്മാർ ഒരു ചെറിയ ശ്രദ്ധ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഓരോ കുട്ടിയും, ഓരോ യുവാവും ഏത് മാനസികാവസ്ഥയിലാണ്, ഏത് ഗാർഹിക പശ്ചാത്തലത്തിലാണ്, ഏത് കുടുംബ വൃത്തത്തിലാണ് എന്നൊക്കെ ഈ ഉസ്താദിനറിയും. 25 പൂർവ്വ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 25 പേർക്കും ഓരോ ആൾക്കും ഓരോ പ്രതിക്രിയ അല്ലെങ്കിൽ ഓരോ ചികിത്സാ രീതിയാണ് സ്വീകരിക്കേണ്ടി വരിക. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഒരാൾ വരുമ്പോൾ പറയും, നീ നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. വേറെ ഒരാൾ വരുമ്പോൾ പറയും, തസദ്ദഖ് വഅൻത സഹീഹുൻ ശഹീഹുൻ, നീ സദഖ ചെയ്യണം. വേറെ ഒരാളോട് പറയും, ആമിലിന്നാസ ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല രീതിയിലുള്ള സമീപനം വെച്ച് പുലർത്തണം. നിരവധി ഉദാഹരണങ്ങൾ. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഇതിനുള്ള ചികിത്സ എന്താണ് എന്ന് ഗവേഷണം ചെയ്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നടത്തിയ ഗവേഷണങ്ങൾ വായിച്ച് പഠിച്ച് പ്രയോഗവൽക്കരിക്കണം. ജനങ്ങളെ മെരുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിന്റെ രാത്രി നബി തങ്ങളോട് പറഞ്ഞല്ലോ. ഇന്നി ജറബ്തു ബൈനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. വളരെ ദുഷ്കരമാണ് ജനങ്ങളെ സംസ്കരിക്കുക, വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് അൻബിയാക്കന്മാരുടെ ട്രെയിനിങ് ഒരു ആട് മേക്കലാക്കി മാറ്റിയത്. എല്ലാ നബിമാരും ആടുകളെ മേച്ചിട്ടുണ്ടായിരുന്നു. ഒരാട് അങ്ങോട്ട് പോകും, മറ്റേ ആട് ഇങ്ങോട്ട് പോകും, വേറൊരു ആട് അവിടെ കിടക്കും, 4ാമത്തെ ഒരാട് കുറെ ധൃതിയിൽ മുന്നോട്ട് പോകും. എല്ലാറ്റിനെയും നിയന്ത്രിക്കണം. മാമിൻ നബിയിൻ ഇല്ല റഅൽ ഗനം, ആടുകളെ മേക്കാത്ത ഒരൊറ്റ നബിയുമില്ല. മാമിൻ നബിയിൻ ഇല്ല റഅൽ ഗനം വകുൻതു അർഅൽ ഗനമ ലിഖുറൈശ് അലാ ഖറാരീസ്, ഞാനും ആടുകളെ മേച്ചിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ് ആയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് നൽകുന്ന ട്രെയിനിങ് 8 കൊല്ലത്തെ PG കോഴ്സ്. ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതിയ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ് ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സാലിഹീൻ. ഫലമ്മ ഖദാ മൂസ അൽ അജല, ട്രെയിനിങ് പൂർത്തിയാക്കി 10 കൊല്ലം. വസാറ ബി അഹ്ലിഹി, ട്രെയിനിങ് കഴിഞ്ഞു. ആനസ മിൻ ജാനിബി തൂരി നാറ, റിസാലത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നുള്ള മനുഷ്യർ, പൂർവികന്മാരെ പേശി പിൽക്കാലക്കാർ, പിൻഗാമികളായ ആളുകൾ ഇങ്ങനെ അച്ചടക്കലങ്ങനവും കുരക്കെടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലും മറിയലൊക്കെ അധികമായിരിക്കും. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയത്. ഓരോ ദിവസവും
അതിന് മുൻപുള്ള ദിവസത്തേക്കാൾ ശർറ് കൂടിയതായിരിക്കും എന്നൊരു ഹദീസിൽ താല്പര്യമില്ല. കാലം ഇങ്ങനെ കാലഘട്ടം കാലചക്രം തിരിമറിഞ്ഞു വരുമ്പോൾ ജനങ്ങളുടെ അനുസരണം, അച്ചടക്കം, സദാചാരശീലം ഒക്കെ അസ്തമിച്ചു. നാം ജീവിക്കുന്ന കാലം അതിന് സാക്ഷിയാണ്. സ്വന്തം പെൺമക്കളെ ബലാത്കാരം ചെയ്യുന്ന പിതാക്കൾ, സ്വന്തം ശിഷ്യകളെ ബലാത്കാരം നടത്തുന്ന ഗുരുനാഥന്മാർ, മാതാപിതാക്കളെയും മക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടത്തുന്ന സമൂഹം, ഇത് സമൂഹത്തിന്റെ പൊതുസ്വഭാവം. ഞാൻ പറഞ്ഞു വന്നത്, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശിഷ്യന്മാരായ യുവസമൂഹം, അവർക്ക് ആനുകാലികമായ ചികിത്സ നമ്മൾ നൽകണം. ജനങ്ങളുടെ മാനസികാവസ്ഥ, അവരുടെ സാംസ്കാരികാവസ്ഥ, അവരുടെ വിദ്യാഭ്യാസ സ്ഥിതി, അവരുടെ മറ്റു ചുറ്റുപാടുകൾ, ഇതൊക്കെ പരിഗണിച്ചു വേണം ജനങ്ങളോട് സംസാരിക്കാൻ എന്ന് പ്രവാചകന്മാരായ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നഹ്നു മആശിറൽ അംബിയ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. നഹ്നു മആശിറൽ അംബിയ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും. ഓരോരുത്തർക്കും അർഹിക്കുന്ന പദവി അനുവദിച്ചു കൊടുക്കണം. വഅൻ നുകല്ലിമഹും അലാ ഖദ്രിഹിം. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രവാചകന്മാർ അനുശാസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേ സ്കെയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ, നാം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹല്ലത്തിലെ വയോവൃദ്ധന്മാര്, മധ്യവയസ്കന്മാര്, സ്ത്രീകള്, യുവാക്കള്, ടീനേജര്, ബാലന്മാര്, ചെറിയ കുട്ടികള്, വലിയ കുട്ടികള്, എല്ലാവരോടും ഒരേ സ്കെയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ അല്ല അഭിസംബോധന ചെയ്യുന്നത്. നബി തങ്ങൾ ഒരിക്കൽ ഒരു സ്നേഹ വീട്ടിൽ ചെന്നു. അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു, അവനൊരു കിളിയുണ്ടായിരുന്നു. ആ കിളി ചത്തുപോയിരുന്നു. നേരത്തെയും നബി അവിടെ ചെന്നപ്പോൾ അവന് കിളിയുമായി സല്ലപിക്കുന്നത് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോ വീട്ടുകാരെ അവന് കിളി ചത്ത സങ്കടത്തിലാണ്. നബി തങ്ങൾ ആ കുട്ടിയുമായി ഇടപഴകണം. യാ ഉമൈർ മാ ഫുഇല ബിൻ നുഗൈർ, നിന്റെ കിളീന്റെ വർത്താനം എന്താ? കുട്ടിയെ സമാധാനിപ്പിക്കുന്നതായി ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വിഭാഗം ആളുകളോടും അവരുടെ മാനസികാവസ്ഥ വെച്ച് സംസാരിക്കുമ്പോൾ അവർ നമ്മിൽ ആകൃഷ്ടരാകുന്നു. അപ്പോൾ നാം പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകുന്നു. നമ്മുടെ നിർദ്ദേശങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ അവർ തയ്യാറാകുന്നു. ഇതൊരു മാനസികമായ അവസ്ഥയാണ് മനുഷ്യൻ. ശത്രുവിനോട് പോലും ഇഹ്സാൻ ചെയ്യുക. സ്വഭാവത്തില്, സമീപനങ്ങളില്, സംസാരത്തില്, രീതികളില് ഒക്കെ വശ്യമായ ഒരു രീതി പ്രവാചകന്മാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നു, സഹാബത്ത് സ്വീകരിച്ചിരുന്നു, പിൽക്കാലക്കാർ സ്വീകരിച്ചിരുന്നു. നാമും അത് തന്നെ സ്വീകരിക്കും. ഈ ദീനിന് എന്നും യൗവനത്തിന്റെ പ്രായമാണ്. അർഹമായ രീതിയിൽ ആളുകൾക്കത് പറഞ്ഞു കൊടുത്താൽ അവർ അംഗീകരിക്കും. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മൾ മാത്രം വന്നു എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇൽമിന്റെ അഹ്ലുകാർ മാത്രം. ഈ കാലഘട്ടം എത്രമാത്രം വിഷലിപ്തമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അങ്ങനെ പോയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് വെക്കാനാണോ ദീൻ പഠിപ്പിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യദുർറുകും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. അങ്ങനെ പറ്റുകയില്ല. ജനം ആകെ ദുഷിച്ചു എന്ന് കണ്ടാലും ഇൽമിന്റെ അഹ്ലുകാരായ ആളുകൾ അഥവാ ദഅവത്തിന് ബാധ്യസ്ഥരായ ആളുകൾ അത് നിർവഹിച്ചേ തീരൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യദുർറുകും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. വേറൊരു സ്ഥലത്തും അത് കുറിച്ച നിർദ്ദേശം കാണാം. ഇദ് ഖാലത് ഉമ്മത്തും മിൻകും ലിമ തഇദൂന ഖൗമാ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ബനൂ ഇസ്രായേലിൽ 2-3 ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് നിശേഷം തെമ്മാടികളായ ആളുകൾ, മറ്റൊരു ഗ്രൂപ്പ് തെമ്മാടികളാണെങ്കിലും അവരെ ഉപദേശിക്കണമെന്ന കാഴ്ചപ്പാടുകാര്, മൂന്നാമതൊരു ഗ്രൂപ്പ് അവരെന്ത് ഉപദേശിക്കുന്നത് കാര്യ നന്നാവില്ല. അവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഇദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു. പറ്റേ തെമ്മാടികളായ ആളുകളോടും ഒരു വിഭാഗം നന്മ ഉപദേശിക്കുകയാണ്, തിന്മ നിരോധിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഈ പണി ചെയ്യുന്നത് എന്നവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു മഅദിറതൻ ഇലാ റബ്ബിഹിം,
മഅദിറതൻ ഇലാ റബ്ബിക്കും, പടച്ചവനോട് നമുക്ക് കാരണം പറയാൻ കഴിയും. പടച്ചവനെ ഞങ്ങൾ ചെയ്തിരുന്നു, ഞങ്ങളെ ഉത്തരവാദിത്വം ദഅവത്തായിരുന്നു, അത് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. വലഅല്ലഹും യഹ്ദറൂൻ, രണ്ടാമത്തേത് അവർ നന്നായെങ്കിലോ. ഏത് ദുർനടപ്പുകാരനാണെങ്കിലും ഏത് തമ്മാടിയാണെങ്കിലും നന്നാവാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഡിക്ഷണറിയിൽ അവൻ നന്നാകാൻ സാധ്യത. അതാണ് ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ അല്ലാഹു തആല മൂസാ നബി ഹാറൂൻ നബി അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഇദ്ഹബാ ഇലാ ഫിർഔൻ ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിർഔൻ നന്നായേക്കാം, അല്ലാഹുവിനെ പേടിയുള്ളവനായേക്കാം. അല്ലാഹുവിന് സംശയമുണ്ടോ? അല്ലാഹുവിന് ഉറപ്പാണ് നന്നാവില്ല. പക്ഷെ മൂസാ നബി ഹാറൂൻ നബി അലൈഹി വസല്ലം ഇവര് ദഅവത്തിന്റെ ആളുകളാണ് എന്ന നിലക്ക് ഈ രണ്ട് സാധ്യതയാണ്. ലഅല്ലഹു യതദക്കറു. പിന്നെ തന്നെ വേറെ ആൾക്കാർ കയറും, ഒരു സുഖം ചേട്ടോ, അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കുരുത്തക്കേടുകാരനാണ്, അല്ലെങ്കിൽ ആളുകളെ ഛിദ്രിപ്പിക്കുന്നവനാണ്, കുടുംബം ഭിന്നിപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് പിന്നിലാളുണ്ടാവും. ഇത് നിർത്തിയില്ല. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് എന്നും നാം അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്നും തദ്വാരാ നാം ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായിരിക്കുകയാണ് എന്നുമുള്ള ബോധം നമുക്കുണ്ടാകുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ മനസ്സിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാകണമല്ലോ ഏത് കാര്യവും ചെയ്യാൻ. നമ്മൾ പറയുന്നതൊക്കെ ആളുകൾ ധിക്കരിക്കുകയും അവഹേളിക്കുകയും ഭരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് പ്രചോദനം എങ്ങനെ ഉണ്ടാവുക? അതിന് ഈ പറഞ്ഞ മനസ്സിലായി. അതുകൊണ്ടാണ് നബി തങ്ങൾ തായിഫിൽ ചെന്ന് സ്വന്തം കുടുംബക്കാരിൽ നിന്ന് ഏറും ആട്ടും ഒക്കെ ലഭിച്ച് തിരിച്ചു പോന്നപ്പോഴും ജിബ്രീൽ വന്ന് ചോദിച്ചു, നബിയെ ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു റെഡിയാ, തങ്ങളെ ഓക്കെ കിട്ടിയാൽ മതിയാണ്. വേണ്ട, ഞാനങ്ങനെ നിഖമത്തുമായി അയക്കപ്പെട്ടവനല്ല, നിഅമത്തായിട്ട് അയക്കപ്പെട്ടവനാണ്. ഇവർ വിശ്വസിച്ചില്ല, ഇവരുടെ പൗത്രരോ പ്രപൗത്രരോ ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് ഈമാൻ കൈക്കൊള്ളുന്നതാണ് ഞാൻ മഹത്തായ കാര്യമായി കാണുന്നത്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഈ സ്കെയിൽ. അന്ന് അവിടെ നിന്ന് നബിതങ്ങൾ ബദലിന് ദുആ ചെയ്തു, പടച്ചവനെ ഈ ഖൗമ നശിക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദ. നമ്മളിത് ചെയ്യാതെ പോയാൽ ഇവരുടെ പിന്നിൽ വരുന്നവർ ഇതിനേക്കാൾ ദുഷിച്ചു പോകും, അതിന്റെ പിന്നിൽ വരുന്നവർ അതിനേക്കാൾ ദുഷിച്ചു പോകും. അതിൽ ആ ദോഷത്തിന്റെ ഒരു പങ്ക് നമുക്കും ഉണ്ടായി. അതൊക്കെ ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തിന്മ പ്രചരിക്കുമ്പോൾ, തിന്മ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്ന ആലിമിന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ലഅനത്തുണ്ട് തുടങ്ങി ഒരുപാട് ഹദീസുകൾ. കാരണം എന്താ? അതിന്റെ അടുത്ത തലമുറ അതിനേക്കാൾ ദുഷിക്കും, അതിന്റെ അടുത്ത് അതിനേക്കാൾ ദുഷിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്ന ഈ നേതൃസാരഥി സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ വലിയ റോളുകൾ അവരവര് സേവനം ചെയ്യുന്ന മഹല്ലത്തുകളിലും അവരവരുടെ പഞ്ചായത്തുകളിലും താലൂക്കുകളിലും ജില്ലകളിലും സ്റ്റേറ്റിലുമൊക്കെ അവരവരുടെ ഓരോരുത്തരുടെയും കാറ്റഗറി അനുസരിച്ച് വളരെ വ്യാപകമായ വളരെ ഫലപ്രദമായ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നവരാണ്. അത് ചെയ്തേ തീരൂ എന്ന് ആ ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഞാൻ. മതപഠന രീതിയിൽ പരിഷ്കരണങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനും ഒക്കെ ആ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അറിയുന്നവരാണ് നിങ്ങൾ. മാനേജ്മെന്റും അതൊക്കെ അറിയും. സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ മറ്റു നിലക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, കോഴ്സുകൾ, പിന്നെ അവരുടെ പരിശീലനങ്ങളും പരിചയങ്ങളും ഒക്കെ പുതുക്കാനും വ്യാപിക്കാനും ആവശ്യമായ പിന്നെ കോച്ചിങ് ക്ലാസുകൾ, തദ്രീബ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ.
ഇതൊക്കെ 60-65 കൊല്ലമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാലത്തും കാലഘട്ടത്തിന് അനുസൃതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും സംവിധാനങ്ങളുമൊക്കെ നടപ്പാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനുമൊക്കെ ഇത്തരം മേഖലകളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. പരിഷ്കരണങ്ങൾ മുസ്ലിം ലോകത്ത് 14 നൂറ്റാണ്ട് കാലമായി നടന്നതാണ്. അതിനെ അതിദ്രുതം വേഗതയില ഇന്ന് പരിവർത്തനങ്ങൾ ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് 25 കൊല്ലത്തിലൊരിക്കൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് 25 ദിവസത്തിനകം പാഠ്യപദ്ധതി പരിഷ്കരിക്കേണ്ട, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള പുതിയ സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് പ്രയോഗവൽക്കരിക്കേണ്ട അവസ്ഥയാണുള്ളത്. 1-ാമത്തെ നൂറ്റാണ്ടിൽ നബിതങ്ങൾ സഹാബത്തിന് ഖുർആനും ഹദീസും പഠിപ്പിച്ചത് ബുക്കും കിതാബും വെച്ചല്ല, പറഞ്ഞു കൊടുക്കല. പിന്നെ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടായപ്പോൾ കിതാബുകളൊക്കെ വരാൻ തുടങ്ങി. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടായപ്പോൾ ആ കിതാബുകൾ മാറി. 7-ാം നൂറ്റാണ്ടായപ്പോൾ ആ കിതാബുകൾ മാറി. 9-ാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും മാറി. ഒരു നൂറ്റാണ്ടിൽ ആദ്യം വിപുലമായ ഗ്രന്ഥമെഴുതിയ ഇമാമിയങ്ങൾ 10 കൊല്ലമോ 25 കൊല്ലമോ കഴിയുമ്പോഴേക്ക് അതിന്റെ മുഖ്തസർ തയ്യാറാക്കി. വേറെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് വന്ന ഒരു പണ്ഡിതന് മുഖ്തസറാണ് ആദ്യം തയ്യാറാക്കിയതെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം അതിന്റെ വസീത്തും തയ്യാറാക്കുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ നടത്തിയിരുന്ന ദർസ് ഇന്ന് നടക്കുന്ന ദർസ് പോലെ ആയിരുന്നില്ല. മഹാനവറുകൾ വഅളർന്നു കൊടുക്കണം. ബാൽ അസജ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മഹാനവറുകളുടെ കേന്ദ്രം. ആളുകൾ അങ്ങനെ പെരുകി വന്ന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥലമായി മഹാനവറുകളുടെ വഅള് കേട്ടാൽ തന്നെ വളരെ വലിയ പരിവർത്തനമാണ് സമൂഹത്തിനുണ്ടായിരുന്നത്. ഇങ്ങനെ വ്യക്തിക്കനുസരിച്ച് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ ചിന്താരീതി അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അൽഹംദുലില്ലാഹ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുമായൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സർവാത്മന സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ ശാസ്ത്രീയമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സംഗതി മദ്രസ പഠിപ്പിക്കാരനായ ചെറിയ പണിയേറ്റാ സമൂഹം കാണുന്നത്. അങ്ങനെയല്ല, വലിയ പണിയാണത്. ഒരു മനുഷ്യന്റെ ചിന്താഗതി ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന മഹാപ്രക്രിയയാണ് മതവിദ്യാഭ്യാസ പ്രക്രിയ. അവന്റെ വിശ്വാസം ശരിയാക്കുന്നു, അവന്റെ കർമാനുഷ്ഠാനം പഠിപ്പിച്ചു കൊടുക്കുന്നു, അത് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ പഠിപ്പിക്കുന്നു. 3-ാമത് സദാചാരശീലം പഠിപ്പിക്കുന്നു. ഏതൊരു മാനവിക തലമുറയും എടുത്തു നോക്കിയാൽ അവർ സദാചാരശീലങ്ങൾക്ക് വിധേയരായിരുന്നു, അവരായിരിക്കും വിജയിച്ചത്. സദാചാരങ്ങൾ കൈവെടിഞ്ഞാൽ നാശത്തിന്റെ ശവക്കുഴിയിലേക്കാണ് അവർ നിപതിക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ഉദാഹരണം, ഇന്നകും ലതഅതൂനൽ ഫാഹിഷ് വഅൻതും തുബ്സിറൂൻ. അവരെ നശിപ്പിച്ചു. ഇങ്ങനെ ലോകചരിത്രത്തിൽ നശിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ വേറെയുമുണ്ട്. ചില സംഭവങ്ങൾ വളരെ രത്നസംഗ്രഹമായ ഖുർആൻ പറഞ്ഞു വെച്ചത് മാത്രമാണ്. ലോകചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മദ്രസയിലെ തഅലീം, മദ്രസാധ്യാപനം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പണിയല്ല, വലിയ പണിയാണ്. മുസ്ലിമീങ്ങളുടെ മക്കളെ വിശ്വാസവും കർമ്മവും സദാചാരശീലവും ശരിയായ രീതിയിൽ പ്രയോഗവൽകൃതമാം വിധം പഠിപ്പിക്കുക. പ്രയോഗവൽകൃതമാകണമെങ്കിൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ മാതൃകയാകണം. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ മാതൃകാ വര്യന്മാരാണ്. അല്ല എന്ന ദുസ്സൂചനയല്ല ഞാൻ നൽകുന്നത്. കൂടുതൽ നാം നല്ല മാതൃകയായി മാറണം. പറയുന്നവൻ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ധാർമ്മികമായ ബാധ്യത. ഈ ബാങ്ക് കൊടുക്കുന്ന ആൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മെല്ലെ പറയണം എന്നാണോ? എന്താ മെല്ലെ പറയണം? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. മെല്ലെ എന്തിനാ പറയണ? കിതാബിലൊക്കെ ഉണ്ടാവും, അതിന് മുമ്പ് മെല്ലെ പറയണം. ഈ പ്രഖ്യാപനത്തിന് ഞാൻ അർഹനാണ് എന്ന് സ്വയം അർഹത നേടുകയാണ് അവൻ ചെയ്യുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന, ആദ്യം അവൻ ചില്ല, എന്നിട്ട് ജനങ്ങളോട് പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മറ്റത് അതിന്റെ ഒഫീഷ്യൽ വാക്കുകളാണ്, അതിന്റെ ഔദ്യോഗിക വാക്കുകളാണ്. ഇവൻ അത് വിശ്വസിച്ചോളണമെന്നില്ല.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാത്ത ലെബനോണിലുള്ള അറബിയെ വിളിച്ച് ബാങ്ക് കൊടുത്താന്ന് പറഞ്ഞാൽ സുന്ദരമായി ബാങ്ക് കൊടുക്കും. ലെബനോൺ ഉദാഹരണം പറഞ്ഞാണ്. അവിടെ ക്രിസ്ത്യാനികളൊക്കെ അറബിയ പറയുന്നത്. അപ്പൊ അവനോട് ഈ ബാങ്ക് കൊടുത്താൽ ഓ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, പക്ഷെ ഓനും ഈ ബാങ്ക് കൊണ്ടിട്ടില്ല. അപ്പൊ ഈ ബാങ്ക് വിളിക്കുന്ന ആൾ ഈ പ്രഖ്യാപനം മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു വിളംബരമാണല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ്. അതിന്റെ ആളുള്ള യോഗ്യത ഇവൻ ആദ്യം നേടണം. അതിനാ മെല്ലെ പറയണം. മെല്ലെ പറ അവന് വേണ്ടിയുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന, പിന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളോട് നുണ പറയരുത്, ഗീബത്ത് പറയരുത്, അക്രമം ചെയ്യരുത്, അന്യന്റെ മുതൽ അപഹരിക്കരുത്, നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അതിന്റെ മാക്സിമം ഉയർന്ന മാതൃകയാകണം. ഉയർന്ന മാതൃകയാകണം. മാതൃകയാവാതെ പറയുന്നതിന് ഒരു നിലയും വിലയും കൽപ്പിച്ചിട്ടുള്ള ശരീഅത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങളെന്തിനാണ് സ്വയം അനുഷ്ഠിക്കാത്തത് പറയുന്നത്? ആ ചോദ്യത്തിൽ നിർത്താതെ അതിന്റെ ദയനീയ പരിണതി കൂടി അടുത്ത ആയത്തിൽ പറഞ്ഞു. കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ സ്വയം അനുവർത്തിക്കാത്തത് മറ്റുള്ളവരോട് പറയുക എന്നത് വളരെ കഠോരമാകുന്നു അല്ലാഹുവിങ്കൽ. കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നമ്മുടെ സമൂഹത്തിൽ നിരവധി ജീർണതകൾ കുടിക്കൊള്ളുന്നു. അതൊക്കെ മാറ്റാൻ കഴിവുള്ളവരാണ് അൽഹംദുലില്ലാഹ് ഇൽമുകാര്, മുഅല്ലിമീങ്ങള്, മുദർരിസീങ്ങള്, പ്രഭാഷകന്മാര്, ഖതീബുമാര് ഒക്കെ. ഏറ്റവും ചുരുങ്ങിയത് സമാധാനപൂർണമായ പുണ്യമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയിൽ ചെറിയ ഒരു ഭാഗഭാഗിത്വമെങ്കിലും വഹിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നത് വലിയൊരു ആത്മനിർവൃതിയുടെ പ്രേരകമാണ്, അതിന് കാരണമാണ്. അൽഹംദുലില്ലാഹ് ഈ മഹല്ലത്തിലെ ആൾക്കാരൊക്കെ നന്നായി എന്റെ വയലും നസീഹത്തൊക്കെ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ, ഒരു ദാഇയുടെ, ഒരു ഇൽമിന്റെ അഹ്ലുകാരന്റെ മനസ്സിൽ വന്നാൽ വല്ലാത്തൊരു വിലമതിക്കാനാകാത്ത ഒരു ആത്മീയാവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ നേരത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് ഉമ്മത്തിനെങ്ങനെ നോക്കിയല്ലോ. പള്ളിയിൽ കൂടി ജനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ ജനങ്ങളൊക്കെ ബലാലത്തിൽ നിന്ന്, ജാഹിലിയ്യത്തിൽ നിന്ന്, കള്ളിൽ കുളിച്ച് നടന്നിരുന്ന അവസ്ഥയിൽ നിന്ന്, സർവ്വ തിന്മകളുടെയും വിധാതാക്കളായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവരെ എങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. ചെറുപ്പക്കാരൊക്കെ തോന്നിവാസം ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നന്നായി ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തുഷ്ടി ഉണ്ട്. അതിന് വിലമതിക്കാൻ കഴിയില്ല. അതെന്നെ നിന്ന് കിട്ടുന്ന ലാഭം. പടച്ചോൻ എന്റെ ഉസ്താദിന് നീ പുറത്തു കൊടുക്കണേ, മഗ്ഫിറത്ത് ചെയ്യണേ, മർഹമത്ത് ചെയ്യണേ എന്നൊരു കുട്ടി ദുആ ചെയ്താൽ അവർ തമ്മിൽ ഒരുവിധ കണക്ഷനുമില്ല. ഈ ധാർമ്മികമായ ബന്ധമല്ലാതെ വേറൊരു ബന്ധവുമില്ല. അതിന് ഇജാബത്തുണ്ടാവും. ആ ഇജാബത്ത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഇൽമിന്റെ അഭാവം ലഭിച്ച ഇൽമിന്റെ പ്രയോഗവൽക്കരണം അപ്രത്യക്ഷമായി പോയാൽ ജനങ്ങൾ ജാഹിലിയത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം അതിന് തെളിവാണ്. എല്ലാവിധ തോന്നിവാസങ്ങളും സമൂഹം ജീവിതത്തിൽ പകർത്തുന്നു. ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയിച്ചു. ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും. ഇതാണ് പഠിച്ച ഇൽമ് ഫലപ്രദമാകാതെ പോയാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യാപകമായ ഫസാദ്, ഫിത്ന, തിന്മ എന്ന് നാം മനസ്സിലാക്കി. ഇത് ഇല്ലായ്മ ചെയ്യുന്നതിൽ ചെറിയൊരു പങ്കെങ്കിലും നമ്മളെ കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു പുണ്യമാണ് എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന്റെ അനുഗ്രഹപൂർണമായ അവസ്ഥ കണ്ട് നമുക്ക് സമാശ്വസിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ദൗത്യവുമായി വന്ന ആളുകൾ അള്ളാഹു നിയോഗിച്ചയച്ചവർ അവങ്കിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായത് അമ്പിയാക്കളാണ്. അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ. അവർ ചെയ്യുന്ന പണി അത്ര മഹത്വമേറിയ, ആ മഹത്വമേറിയ പണി ചെറിയ തോതിലും നിർവഹിക്കുന്നവരാണ്. ഇപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യം വളരെ വലിയതായിരുന്നു, വളരെ പവിത്രമായിരുന്നു. ചെറിയ തോതിലെങ്കിലും അത് നിർവഹിക്കുകയാണ് നാം. പുണ്യവാന്മാരായ ആളുകളുടെ പുണ്യനിർഭരമായ ആ പ്രവൃത്തി ഭാഗികമായെങ്കിലും നാം നിർവഹിക്കണം.
അവർ തേങ്ങ ഉടക്കുന്നവരായിരുന്നുവെങ്കിൽ നാം ചിരട്ട ഉടക്കുന്നു എന്നർത്ഥം. അവരോട് തുല്യമായാൽ തന്നെ വലിയ പവിത്രതയാ. ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. ഫതശബ്ബഹു, പുണ്യവാന്മാരോട് നിങ്ങൾ സദൃശരാവുക. ഇല്ലം തകൂനു മിസ്ലഹും, അവർ ചെയ്യുന്ന പണി അപ്പടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിലും അവരോട് സദൃശരാകും. അവർ നന്മ കൽപ്പിച്ചിരുന്നു, നമ്മൾ നന്മ കൽപ്പിക്കുക. അവർ തിന്മ നിരോധിച്ചിരുന്നു, നമ്മൾ തിന്മ നിരോധിക്കുന്നതിൽ ഭാഗഭാഗിത്വം വഹിക്കാം. അവർ പുതിയ ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കുകയായിരുന്നു, നമ്മളും ചെറിയ അണ്ണാറക്കണ്ണനും തന്നാലായ. ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അതിന് ഈ വൃത്തവുമായി പുതിയ തലമുറയെ ബന്ധപ്പെടുത്തുക. ഈ വൃത്തവുമായി ദീൻ പഠിക്കുന്നതിൽ ഒരു പാരമ്പര്യമുണ്ട്. അത് ഒരു ഉസ്താദിന്റെ തിരുവക്ത്രത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് പോയാലും കുട്ടികളൊക്കെ വിളിച്ച് ഉസ്താദ് ക്ലാസ് സംഘടിപ്പിച്ച് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഉസ്താദിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ, ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ട് പഠിക്കുമ്പോൾ അതാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുന്നത്. അമ്പിക്കന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് അയച്ചു കൊടുക്കും, ജിബ്രീൽ അത് ഓതി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രവാചകന്മാർ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൂട്ടി പറഞ്ഞു കൊടുത്തു, നബി പറഞ്ഞു കൊടുക്കുന്നത് അവർക്കും അങ്ങനെ ചെയ്യും. ദീൻ കൈമാറുന്നതിൽ അതാണ് ഔദ്യോഗിക രീതി, ദീൻ കൈമാറുക. അപ്പൊ ഒരു പുസ്തകം വായിച്ചാലോ CD കേട്ടാലോ ആ ഗുണം കിട്ടൂല, ഉസ്താദിന്റെ അടുത്ത് കിട്ടണേ കിട്ടൂല. അത് തീരെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ മെച്ചമാണെന്ന് പറയാവുന്നതാണെങ്കിലും ഉസ്താദിന്റെ തിരുവായയിൽ നിന്ന് ലഭിക്കുന്ന ആ ഗുണം അതിന് ലഭിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദുമാരായ നാം നമ്മുടെ വൃത്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാഠശാലയിൽ നിന്ന് ഒരു ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പോയാലും വീണ്ടും അവരെ പാർഷ്യലായി ഭാഗികമായി തിരിച്ചു വിളിച്ച് നമ്മുടെ ആ ഉസ്താദിയത്തും ആ തിൽമിയത്തും നിലനിർത്താൻ ആവശ്യമായ സംവിധാനം വെച്ചു. ആ കൂട്ടത്തിൽ രക്ഷിതാക്കളെ വിളിക്കണം, വയോജന ക്ലാസ് സംഘടിപ്പിക്കണം, സ്ത്രീജന ക്ലാസുകൾ സംഘടിപ്പിക്കണം, മാതൃസംഗമങ്ങൾ ഉണ്ടാക്കണം. നബിതങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. നബിതങ്ങൾ അങ്ങനെയായിരുന്നു. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, നബിയെ തങ്ങളപ്പോൾ ആണുങ്ങൾക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കി തരണം. ഒരു ദിവസം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. നമ്മുടെ ഉത്തരവാദിത്വം വളരെ മഹനീയമാണ് എന്നും അതുകൊണ്ട് ആ ഇൽമ കൊണ്ട് നമ്മൾ വളരെ സൗഭാഗ്യപൂർണരാണ് എന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോഴേ നമുക്കിത് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദായം ഇത് മനസ്സിലാക്കാം. നമ്മുടെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഈമാനും ഇസ്ലാമും കൈവരാൻ, ഈമാന്റെയും ഇസ്ലാമിന്റെയും ഇഹ്സാനിന്റെയും പാതയിലൂടെ അവരെ സഞ്ചരിക്കാനും ഈ ഉസ്താദിന് മാത്രമേ കഴിയുള്ളൂ എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ഏത് ഇംഗ്ലീഷ് കോളേജിലോ സ്കൂളിലോ അയച്ചാലും, നിങ്ങൾ അവനെ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ പറഞ്ഞയച്ചാലും ഒന്നും ഈ പറഞ്ഞ ഒന്നും അവന് നേടാൻ കഴിയും, ഒരക്ഷരം പോലും പഠിക്കാൻ കഴിയും. വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ധർമ്മത്തിന്റെ ധാർമ്മികതയുടെ ഒരു ABCD പോലും അവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ നേരെ വിപരീതമായാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നല്ലാതെ ഒരു നന്മയും ലഭിക്കുന്നില്ല. ആ നന്മ നൽകുന്നത് ഈ ഉസ്താദുമാരാണ് എന്ന് മഹല്ലത്തിലുള്ള നേതാക്കന്മാർ, പൗരപ്രമുഖന്മാർ, ഭാരവാഹികള്, മാനേജ്മെന്റ് പ്രതിനിധികൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യത്തിൽ ഇങ്ങോട്ട് തിരിച്ചു ലഭിക്കുന്ന മൻഫഅത്തിനനുസരിച്ചാണ് അതിന് മൂല്യം നൽകേണ്ടത്. നമ്മുടെ കുട്ടികൾ സാലിഹ്യങ്ങളായി, സദാചാരശീലരായി, അച്ചടക്കമുള്ളവരായി, അല്ലാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരായി മാറുന്നത് ഉസ്താദുമാരാണ്. അങ്ങനെ വല്ലതും പഠിച്ചു വെച്ച ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മറ്റു സ്ഥലത്ത് നടക്കുന്നുണ്ട്. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈമാനും ഇസ്ലാമും ഇഹ്സാനുമുള്ളവരായി വളർത്താൻ സഹായിക്കുന്നത് ഈ ഉസ്താദുമാരാണ് എന്ന് സമുദായം മനസ്സിലാക്കണം. ഭാരവാഹികള്, പൗരപ്രമുഖന്മാര്, സമ്പന്നന്മാര്, മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ. അഥവാ നമ്മുടെ നാട്ടിൽ ദീനീ സംസ്കാരം നിലനിർത്താൻ ഇവരുടെ സേവനങ്ങൾ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം.
മറിച്ചുള്ള അനുഭവങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തായി വരാൻ തുടങ്ങിയിരിക്കുന്നു. മഹല്ലുകളിലൊക്കെ മദ്രസയിലേക്ക് കുട്ടികളെ അയക്കുന്നില്ല, പലർക്കും അതൊരു അലർജിയാണ്. മദ്രസ എന്റെ മാതിരിയൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ കുട്ടികളെ മദ്രസയിൽ അയക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മദ്രസയിലെ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിന്റെ വായയിൽ നിന്ന് കേട്ടുപിടിക്കണം. അല്ലെങ്കിൽ അത് ജിബ്രീലിനെ അയച്ചത് മുത്തനബിന്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പ്രവാചകന്മാർക്ക് വഹി ഉണ്ടാകാറുണ്ട്, ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു കൊടുത്തുകൊണ്ട് ഓതി കൊടുക്കുക. മാത്രമല്ല ജിബ്രീൽ എന്ന ഉസ്താദിൽ നിന്ന് കേട്ടത് ഓതാനുള്ള ധൃതി നബി തങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അങ്ങ് വേണ്ട, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുമ്പോൾ അപ്പ നബി ഇങ്ങനെ വല്ല ഓതുന്നു. അല്ലാഹു തആല പറഞ്ഞു, അത് വേണ്ട. അതൊരു ഉസ്താദിയത്തിന്റെ ആദരത്തിന് എതിരാ. ഉസ്താദ് പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചു. മറന്നു പോകുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് നബി തങ്ങൾ ഇതിന് തിരക്കൂട്ടുന്നത്. അപ്പൊ പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക, അതിന്റെ ഒപ്പം ഓതണ്ട. ലിതഅജല ബിഹി, തത്രപ്പെട്ട് ധൃതിപ്പെട്ട് തങ്ങൾ ഓതുകയാണ് മറന്നു പോകുമോ എന്ന് കരുതി. അത് നമ്മൾ സംരക്ഷിച്ചോളൂ. അപ്പൊ ഈ ഉസ്താദിന്റെ അടുത്ത് കേൾക്കുക, പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ അതാണ് മതാധ്യാപനങ്ങൾ കൈമാറാനുള്ള അള്ളാഹു നിശ്ചയിച്ച സംവിധാനം, രീതി എന്ന് രക്ഷാകർത്താക്കളും മാനേജ്മെന്റുകളും മഹല്ല് പ്രതിനിധികളും ഭാരവാഹികൾക്കും ഒക്കെ മനസ്സിലാക്കണം. അതിനുള്ള സംവിധാനം ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റി സംവിധാനിക്കണം. അപ്പൊ നമ്മുടെ മഹല്ലിലുള്ള കുട്ടികളും ചെറുപ്പക്കാരൊക്കെ വളരെ സദാചാരശീലരും മതനിഷ്ഠരും വിശ്വാസപൂർണരുമൊക്കെ ആയി വരും. ഉസ്താദർക്കേ അത് ചെയ്യാൻ കഴിയുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമുക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് അള്ളാഹു നിക്ഷേപിച്ച ഉത്തരവാദിത്വമായതുകൊണ്ട് നാം അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുകയും വേണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ദീൻ നിലനിന്നത്. 90 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചു. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് ടൗൺ ഹാളിൽ ഉടലെടുത്തത്. 90 കൊല്ലമായി. ഹിജറ കണക്കനുസരിച്ച് 93-94 കൊല്ലമായി. കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു മഹാസൗഭാഗ്യം ലഭിച്ചില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാകുക, ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്നൊരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനത്തിന് ഞാനീ പറയുന്നത് സഹായകമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് വേറെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. കേരളത്തിലുള്ളതിനേക്കാൾ അനേകം ഇരട്ടി മുസ്ലിമീങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ആ കോടിക്കണക്കിന് ആളുകൾക്ക് ഷഹാദത്ത് കലിമ അറിയില്ല. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്ത് കലിമ അറിയില്ല. ഉറപ്പാ. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നത് പറയുമ്പോൾ എങ്ങനെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്ത് കലിമ അറിയില്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ നിസ്കരിക്കാൻ അറിയില്ല. കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾ യാത്ര ചെയ്താൽ ഗ്രാമങ്ങളിൽ പോയാൽ നിങ്ങൾ കാണാൻ കഴിയും. അതിന് വിശദീകരിക്കുന്നില്ല. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവിടങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് കണ്ടറിഞ്ഞ് മനസ്സ് വേദനിച്ച് ചെയ്യാം. 76 വയസ്സായ ഒരു വൃദ്ധയെ കണ്ടു. മുസ്ലിമാ, നല്ല സുന്ദരമായ പേരാണ്. 76 വയസ്സ്. ഈ അള്ളാഹുവിന്റെ ദുനിയാവില് ശുദ്ധവായുവും ഭക്ഷണവും മറ്റ് ആനുകൂല്യങ്ങളും അള്ളാഹുവിൽ നിന്ന് അനുഭവിച്ചിട്ട് ഒരു വഖത്ത് നിസ്കരിക്കാൻ ആ സഹോദരിക്ക് സാധിച്ചിട്ടില്ല. ഒരു വഖത്ത്. ഇതിൽ നിന്ന് വേറൊരു നമ്മൾ പിന്നോട്ട് നോക്കി വായിക്കണം. 75 വയസ്സായ ഒരു സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ 65 കൊല്ലം മുൻപ് പോലും അവിടെ അങ്ങനെ ഒരു നമസ്കാര സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്നതാണ്. നമ്മളൊക്കെ നിസ്കരിച്ച് പഠിച്ചിക്കല് 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സാകുമ്പോഴാണ് നമ്മളെ കുട്ടികൾ. എന്നാൽ ഈ വൃദ്ധ ജീവിച്ച പശ്ചാത്തലത്തിൽ 65 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു നമസ്കാര സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അന്നെങ്കിലും ഈ സ്ത്രീക്ക് ഒരു വക്ത് നിസ്കരിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരണം. കേരളത്തിലെ 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സായ കുട്ടി ശരിയായി നിസ്കരിക്കുന്നു. യാസീൻ ഓടുന്നു, തബാറക്ക് ഓടുന്നു, ഖുർആൻ നോക്കി ഓതുന്നു, ഖുർആനിലെ പല സൂറത്തുകളും മനഃപ്പാഠമാക്കുന്നു. മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ഉസ്താദ്മാരെ എങ്ങനെ ആദരിക്കണം ഒക്കെ അവൻ അറിയാലോ. എന്താ വ്യത്യാസം?
കേരളത്തിലെ മുസ്ലിമീങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപനത്താൽ മഹാസൗഭാഗ്യവാന്മാരായി എന്നതാണ് വ്യത്യാസം. അവിടങ്ങളിലുണ്ടായിട്ട് വലിയ വലിയ ആളുകൾ, വലിയ നവാബുമാര്, സുൽത്താൻമാര്, ഭരണാധിപന്മാര്, മുഖ്യതീങ്ങൾ, ആലിമീങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പാരമ്പര്യം അവർക്ക് കളഞ്ഞു കുടിച്ച് നശിച്ചുപോയി. പാരമ്പര്യം സംരക്ഷിക്കേണ്ടത് അതിന്റെ കൈവശക്കാരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പാരമ്പര്യം രക്ഷിക്കേണ്ടത് ഇന്ന് അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി മഹല്ല് ഫെഡറേഷനും SYS-ഉം SKSF-ഉം SBയും തുടങ്ങി എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അത് മുറുകെ പിടിക്കണം. അപ്പോൾ അത് സുരക്ഷിതമാവും. വടക്കേ ഇന്ത്യയിലുള്ള നിരവധി മുഹദ്ദിസീങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ഡിതന്മാരുടെയോ ആലിമീങ്ങളുടെയോ മുഅല്ലിഫീങ്ങളുടെയോ മുസഫീങ്ങളുടെയോ വലിയവന്മാരുടെയോ കുറവല്ല. നേരത്തെ അവരുണ്ടാക്കിയിട്ടിരുന്ന പള്ളികൾ ഇന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. കാലികളെ കെട്ടുന്ന തൊഴുത്ത് വരെ ആയിരിക്കുന്നു പള്ളികൾ. ഡൽഹിയിലേക്ക് തന്നെ പോകാൻ നിങ്ങൾക്ക്, ഡൽഹിയിൽ പുരാനി ദില്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുരാനി ദില്ലിയിൽ, ഓൾഡ് ദില്ലി, പഴയ ദില്ലി, അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് പുരാനി ദില്ലി ബസ് അഡ്ഡ എന്നാണ്. പുരാനി ദില്ലി ബസ് അഡ്ഡയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥലത്തിന്റെ നേരെ മുന്നിൽ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഒരു കുന്ന, ചെറിയ കുന്ന്, ഒരു 10 അടി 12 അടിയൊക്കെ ഉയരത്തിലുള്ളൊരു കുന്ന്. അവിടെ കയറി നോക്കിയാൽ അവിടെ വളരെ വിശാലമായ അറബി കോളേജിന്റെ ബിൽഡിംഗ് കാണാം. അവിടെ സുന്ദരമായ മസ്ജിദ് കാണാം. അറബി കോളേജ് ബിൽഡിങ്ങുകളിലൊക്കെ താമസിക്കുന്നത് അന്യ ആളുകൾ വന്ന് താമസിക്കുകയാണ്. പള്ളിയിൽ താമസിക്കുന്നത് അവിടെ കാലികളാണ്. പള്ളി അറബി കോളേജ് ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് സുരക്ഷിതത്വം കുറഞ്ഞതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു തുറന്ന സ്ഥലമായിരിക്കും പള്ളി. അപ്പൊ അവിടെ അവർ കാലികൾ കെട്ടുന്നു. കോളേജിന് വേണ്ടി, ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ബിൽഡിംഗിൽ അവർ അന്തി ഉറങ്ങുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഒരു ഭാഗമാണ് പുരാനി ദില്ലി, ഓൾഡ് ഡൽഹി, പഴയ ഡൽഹി. അവിടുത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ കീഴടങ്ങളുടെയും നാം വിലയിരുത്തേണ്ടത്, മൂല്യവൽക്കരണം നടത്തേണ്ടത്. സമസ്ത ഇല്ലായിരുന്നെങ്കിൽ എന്നിരുന്ന് ആലോചിച്ചു നോക്കണം. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളാകെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ജന്മിമാരുടെ അടിയാളന്മാരായി, അടിയാന്മാരായി, തൊഴിലാളികളായി, വിറക് വെട്ടികളായി, വെള്ളം കോരികളായി അധപ്പതിച്ചിരിക്കുന്നു വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ. എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അടിമത്തം നിരോധിക്കപ്പെട്ടു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അസ്തിത്വമാണ്. ഇൽമിലൂടെ മാത്രമേ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയൂ. ഇൽമല്ലാത്ത വേറെ എന്തെങ്കിലും സംഭാവനകൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ, നിങ്ങളൊരു 10 ലോറി 10 കണ്ടെയ്നർ അരി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇറക്കുമതി ചെയ്താൽ ആ കിട്ടിയ അരി തീരുന്നത് വരെ അവർ ചോറ് വെച്ച് തിന്നും. ഗോതമ്പ് കൊടുത്താൽ അവർ ചപ്പാത്തി ചുട്ട് തിന്നും. പക്ഷെ ആ ചപ്പാത്തി ഒരു മാസം ചുട്ടാലും 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ചപ്പാത്തി ചുട്ട് തിന്നാലും അടുത്ത 1-ാം തീയതി അവർ പഴയ ആളുകൾ തന്നെയായിരിക്കും. ചിന്താപരമായി, സാംസ്കാരികമായി, മതപരമായി ബോധമുള്ളവരായി അവർ മാറണമെങ്കിൽ അവർക്ക് ഇൽമ് കൊടുക്കണം, അറിവ് കൊടുക്കണം. അത് സമസ്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നതാണ് സംഭവിച്ചത്. സമസ്തയുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരുമുണ്ട്. നമ്മുടെ ചില കൂട്ടത്തിലെ ചില നിർഭാഗ്യവാന്മാരായ ആളുകൾ. അവര് കണ്ണാടിക്കൂട്ടിൽ കിടന്ന് കല്ലെറിയുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കും. മലർന്ന് കിടന്ന് മേലോട്ട് തുപ്പുകയാണ് എന്ന് മനസ്സിലാക്കും. അറബ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്നു നോക്കൂ. ഇവിടെയുള്ള ഒരു കുട്ടി, 9 വയസ്സായ കുട്ടി തബാറക കാണാതെ പഠിക്കുന്നുവെങ്കിൽ, ഓതുന്നുവെങ്കിൽ, വദ്ദുഹ വല്ലയിൽ ഓതാൻ കഴിയില്ല. നിങ്ങൾ UAE-യിലോ കുവൈത്തിലോ ഖത്തറിലോ സൗദി അറേബ്യയിലോ ചെന്നൊരു കുട്ടിനെ ഒതിച്ചു നോക്കിയാൽ വദ്ദുഹ വല്ലയിൽ ഓതാൻ അറിയില്ല. വെറുതെ പറയല്ല, തഗ്ലീബല്ല, മുബാലഗയും മുഗാലബയുമല്ല, വസ്തുതയാണ്. അങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉടലെടുത്തത്, പ്രവർത്തിച്ചു വന്നത്. ഈ 90 വർഷത്തിലധികം മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സമസ്തയുടെ അസ്തിത്വം ഉണ്ടായത് പൂർവികന്മാരുടെ പാതയിലൂടെ തന്നെ നാം മുന്നോട്ട് പോകണം. അത് മാറ്റിമറിച്ചാൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വളർന്നു വരുന്ന തലമുറക്കും അപകടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങളും സഹായങ്ങളും ചെയ്യുന്നത് ഇതിന്റെ വലിപ്പവും വിലയും മനസ്സിലാക്കിയതുകൊണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും അറിയും അതൊക്കെ. റേഞ്ച് സമ്മേളനങ്ങൾ, റേഞ്ച് മീറ്റിങ്ങുകൾ, അതുപോലെ സർവീസ് ആനുകൂല്യം, സർവീസിലുള്ള ഉസ്താദുമാർക്ക് ആനുകൂല്യം നൽകുന്നു.
അതുപോലെ മുഅല്ലിം ക്ഷേമനിധി 1977 രൂപീകരിച്ച് വീടുണ്ടാക്കാന്, കക്കൂസുണ്ടാക്കാന്, കിണർ കുഴിക്കാന്, ചികിത്സിക്കാന്, പിന്നെ വീട്ടുകാരൻ വെച്ചാൽ വിധവാ പെൻഷൻ, ഒരുപാട് പെൻഷൻ. കുറെ കാലം മുഅല്ലിമായി സേവനം അനുഷ്ഠിച്ച ആൾ പിരിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നു. സ്വകാര്യ മേഖലയിൽ പെൻഷൻ നൽകുന്ന ഏക വ്യവസ്ഥാപിത സംഘടനയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. 500ഓളം മുഅല്ലിമീങ്ങൾക്ക് സേവന രംഗത്തിൽ നിന്ന് അനാരോഗ്യകരമായ കാരണങ്ങളാലും മറ്റും പിരിഞ്ഞ ആളുകൾക്ക് 500ഓളം ഉസ്താദുമാർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കും. 5000-ഉം 10,000-ഉം 15,000-ഉം 20,000-ഉം ഒക്കെ കേസുകളുടെ പ്രത്യേകത അനുസരിച്ച് അവർക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയവും അവസാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷൻ, SYS, SKSS, SBV തുടങ്ങിയവയൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ സംസ്കാരം നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ. അതിന്റെ നിലനിൽപ്പിന് അത്തരം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്, കൂടുതൽ സജീവമാക്കുന്നതിന് ഇൽമിന്റെ അഹലുകാരായ നാം, വിശിഷ്യ മുഅല്ലിമീങ്ങളായ നാം പരമാവധി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളും ആ വിഷയത്തിൽ അലംഭാവം കാണിച്ചാൽ ഈ കേരളീയ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു പതനത്തിലേക്കായിരിക്കും നാം നിപതിക്കും. അള്ളാഹു നമ്മോട് ചോദിക്കും അതിനെ സംബന്ധിച്ച്. ഇത്രമാത്രം അനുഗ്രഹീതമായ ഒരു സംഘടന അണിനിരക്കാൻ അവസരമുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയില്ല എന്ന് അള്ളാഹു ചോദിക്കും. എല്ലാ കാര്യവും ആഖിറത്തിൽ ചോദിക്കും. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ട് വളരെ ആസൂത്രിതമായ രീതിയിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ദീനിന്റെ പേരിൽ അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മ ഇവിടെ ഒരുമിച്ച് പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് നമുക്കൊരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സെഷൻ പുരോഗമിക്കുകയാണ്. സെഷന്റെ അധ്യക്ഷത സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ സമാദരണീയനായ പ്രസിഡന്റ് മൗലാന CKM സാദിഖ് മുസ്ലിയാർ അവർകളാണ്. ഉസ്താദ് അവർകൾ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. KL 51 ഈ 46-47 കാറ് പാർക്കിംഗ് ഏരിയയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ അതൊന്നും മാറ്റിക്കൊടുക്കും. പരമാവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇരിക്കുന്ന ആളുകൾ അവരുടെ കസേരയുമായി ഒരു അല്പം മുന്നോട്ടിരിക്കണമെന്ന് സവിനയമാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു അല്പം മുന്നോട്ടിരുന്നാലേ പിറകിൽ സൗകര്യമുണ്ടാവുകയുള്ളൂ. തദ്രീബ് പൊതുവ